അങ്ങനെ പിന്നെ അവിടുന്ന് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അങ്ങനെ എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തിൻ്റെ ഒരു മരമാണെന്ന് പറഞ്ഞിട്ട് അവൾ കാണിച്ചു തരുന്നിട്ട് എന്തിൻ്റെ ഒരു തയ്യാണെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നുണ്ട്, ലൈക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പെരയിലാകുന്ന ടൈമിലൊക്കെ എപ്പോഴും ഇങ്ങോട്ട് ഇങ്ങനെ വരും കേട്ടോ. കാര്യം വഴിയിലാണല്ലോ ഓള്. അപ്പോൾ എന്തെങ്കിലും പോകുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ കുട്ടീനെ കാണാൻ അങ്ങനെ ഇറങ്ങും കേട്ടോ. ഇപ്പോൾ അങ്ങനെ മുളി പോയാൽ അവിടെ നിങ്ങോട്ട് എപ്പോഴും വരലൊന്നുമില്ല. അപ്പോൾ അത് ഓളെ ബാഗാണ് കേട്ടോ. ഞാൻ മനഃപൂർവ്വം ബാഗ് എടുത്തില്ല, കാരണം എൻ്റെ 2 അനിയത്തിമാർ കണ്ടാലും എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓലെ ബാഗ് എൻ്റെ അടുത്തായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എൻ്റെ കൂടി ഇനി എടുക്കണ്ട വിചാരിച്ചിട്ട് എടുത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ അമ്മാൻ്റെ പെരയ്ക്ക് എത്തിയിട്ടുണ്ട്. പാലോടുന്ന് ഉള്ളിലേക്ക് പോകണം കേട്ടോ. എൻ്റെ അമ്മാൻ്റെ വീട് നറുക്കോട് എന്ന് പറയും. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഇതിൻ്റെ അമ്മാൻ്റെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിലൊരു വേപ്പൻ തൈ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര കാട്. ഇതിൻ്റെ അമ്മാവൻ്റെതാണ് കേട്ടോ. ഇത് കൂർക്കയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അമ്മമ്മാൻ്റെ മഞ്ഞളാണ് കേട്ടോ. മാഷാ അല്ലാ. അപ്പോൾ ഈ തൊടുവിൽ ആദ്യം പിന്നെ നിറയെ ചക്ക, മാങ്ങ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളായിരുന്നു കേട്ടോ. ഇവിടെ ഈ തൊടുവിൻ്റെ നടുകിൽ തന്നെ ഒരു നല്ല വലിയൊരു ഓടിട്ടൊരു വീട് ചെയ്യുന്നു കേട്ടോ. അത് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മാഷാ അല്ലാ എൻ്റെ 5 അമ്മമാരും ഈ ഒരു വളപ്പിൽ തന്നെ ഉണ്ടോ താമസം. ഒരമ്മാവും മാത്രം അവിടെ റോട്ടുമ്മയാണ്. ഇത് റോട്ടിൽ നിന്ന് 2 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് എൻ്റെ അമ്മാൻ്റെ അയൽവാസിയായ ഒരു താത്ത എനിക്ക് തന്നിരുന്നു കേട്ടോ. ഇതുമ്പോൾ നിറച്ച് റോസാപ്പൂ ഉണ്ടാവും. ഇത് ചെറുതാണ്ടോ അതിൻ്റെ തൈയാണ്. ഞാനത് കൊണ്ടുപോയി കുഴിച്ചിട്ടിരുന്നു, പക്ഷെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറൊക്കെ അവിടെ വെക്കുന്നുണ്ട്. പിന്നെ വെള്ളം കുടിച്ചു. പഴം എനിക്ക് വിശന്നപ്പോൾ ഒരു പഴം കഴിച്ചതാണ് കേട്ടോ. കാര്യം അവിടെ ചോറും ബീഫും കഞ്ഞിയും ചമ്മന്തിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ അപ്പം ഇവിടെ അപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് കഴിക്കാൻ തോന്നിയിരുന്നില്ല. പിന്നെ വിശന്നപ്പോൾ അങ്ങനെ പഴം എടുത്ത് കഴിച്ചതാണ്. പിന്നെ ഉച്ചയ്ക്ക് നല്ല സുർബിയാനി, അതേപോലെ ബീഫ് ബിരിയാണി, ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ആദുട്ടിൻ്റെ മോതിരമൊക്കെ ഇട്ടിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇതൊരു ചെമ്പരത്തി മരം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായി. ഇത് പെരിന്തൽമണ്ണക്ക് പോകണ ബസ്സാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ ബസ് കയറിയിട്ട് 53 വന്നിറങ്ങി. 53 വന്നിറങ്ങിയിട്ട് നമ്മൾ അവിടേക്ക് പോരാൻ വേണ്ടിയിട്ട് അപ്പത്തിന് ദാഹിച്ചിട്ട് ഞങ്ങൾ പിന്നെ വെള്ളം ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 കയറിയിട്ട് ഭയങ്കര ദാഹം. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ അനിയത്തിനോടൊക്കെ വന്നിട്ട് പിന്നെ അവിടെ ആക്കിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് അവിടെ നിന്ന് 1-2 സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയതാണ് കേട്ടോ.